ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അതായത് രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ കണ്ടത്. ഒന്ന് സംഘടനാ രംഗത്ത്, മറ്റൊന്ന് ഭരണരംഗത്ത്. സംഘടനാ രംഗത്താണെങ്കിൽ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കേരളത്തിലെ 50% ജനങ്ങളുടെ അംഗീകാരമുള്ള പാർട്ടിയാക്കി CPM-നെ വളർത്തുന്നതിൽ, സ്വന്തം ശേഷി വികസിപ്പിക്കുന്നതിൽ അവരുടെ സംഭാവന നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് നല്ല നിർദ്ദേശങ്ങൾ നൽകി. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നവഫാസിസത്തിൻ്റെ വെല്ലുവിളിയെ ചെറുക്കാൻ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ സാർവത്രികമായി വളർത്തിയെടുക്കുന്നതിനുള്ള ആവശ്യകതയും അതിൽ വന്നു. ആ രൂപത്തിൽ സംഘടനാ രംഗത്ത് ഒരു വമ്പിച്ച സംഭാവന നൽകി. ഭരണരംഗത്താണെങ്കിൽ നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, സാമ്പത്തിക പ്രശ്നമുണ്ടാകില്ല. ഇന്ന സ്രോതസ്സുകൾ വഴി നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ ചെറുക്കാൻ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി പാർട്ടിക്ക് മുന്നേറിയാൽ ഒരു സംശയവും വേണ്ട, ഇന്ന മേഖലകൾ വഴി നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അതൊരു വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. അപ്പോൾ അവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾ ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്തിയ അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 515 പ്രതിനിധികൾ അവർ നടത്തിയ ചർച്ചയുടെ ഭാഗമായി സ്വാംശീകരിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പം ഒരു നവകേരളം, ഒരു മധ്യ മുതലാളിത്ത രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം എത്താൻ പറ്റുന്ന ഒരു സാമ്പത്തിക വികാസം, പുരോഗതി ഈ നവകേരളത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളത് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പാതകൾ, പുതിയ വഴികൾ, ഇതുമായി ബന്ധപ്പെട്ട് ആരാധ്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ സപ്ലിമെൻ്ററി ചെയ്യുന്നതാണ് ഈ ചർച്ചകൾ. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത.